ഗൂഗിൾ ക്രോമിൽ നമ്മൾ എന്തെങ്കിലും സ്വകാര്യമായിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ ഇൻകോഗ്നിറ്റോ മോഡ് ഓൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യും. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്നൊന്നും സെർച്ച് ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ എവിടെയും സേവ് ആകരുത് എന്നുള്ള ഉദ്ദേശത്തോടെ ഇൻകോഗ്നിറ്റോ മോഡിൽ നമ്മൾ സെർച്ച് ചെയ്യും. എന്നാൽ ഈ ഇൻകോഗ്നിറ്റോ മോഡിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എവിടെയും സേവ് ആകുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡ് സെർച്ച് ചെയ്യുന്നതൊക്കെ എന്ത് സെർച്ച് ചെയ്താലും അത് ഒരു DNS സ്കെച്ച് ഫയലായിട്ട് അവിടെ സേവ് ആയി നിൽക്കുന്നുണ്ടാവും. അത് ഡിലീറ്റ് ആക്കിയാലാണ് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡ് സെർച്ച് ചെയ്തത് സേഫ് ആയിട്ടിരിക്കും. എങ്ങനെ അത് ഡിലീറ്റ് ആക്കുക? അത് ഡിലീറ്റ് ആക്കിയുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് പോലെ, ഞാൻ ഈ എഴുതി കാണിക്കുന്നത് പോലെ സെർച്ച് ചെയ്യുക. ക്രോം എന്ന് എഴുതുക, എന്നിട്ട് 2 കുത്ത്, അതിന് സ്കോൾ എന്ന് പറയും, എന്നിട്ട് 2 സ്ലാഷ് ഇടുക, ആ ചരിഞ്ഞ വരെ. അതിനുശേഷം നെറ്റ് എന്ന് എഴുതുക, NET നെറ്റ് എന്ന് എഴുതിയതിന് ശേഷം ഒരു ചെറിയ നടുക്കൊരു വര ഇടുക. എന്തായാലും പേര് സൈഫണ്ണോ അങ്ങനത്തെ ഒരു പേര് പറയും. ആ സാധനം ഒന്നിട്ടതിന് ശേഷം ഇൻറ്റേർണൽസ് എന്ന് എഴുതുക. ഇൻറ്റേർണൽസ് എന്ന് എഴുതിയതിന് ശേഷം ഒരു സ്ലാഷ് കൂടി ഇട്ടിട്ട് ഒരു ആഷ് ഇടുക, എന്നിട്ട് DNS എന്ന് എഴുതുക, DNS. ഇങ്ങനെ എഴുതിയതിന് ശേഷം ആ പേജിലേക്ക് പോവുക. പേജിലേക്ക് പോയാൽ ഇവിടെ വലതു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ക്ലിയർ ഹോസ്റ്റ് കാഷെ. ഈ ക്ലിയർ ഹോസ്റ്റ് കാഷെ ക്ലിക്ക് ചെയ്തിട്ട് അതങ്ങ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ DNS കാച്ച് ഫയലായിട്ട് സേവ് ആയി നിൽക്കുന്ന ആ സെർച്ച് ഹിസ്റ്ററി അവിടെ നിന്ന് ഡിലീറ്റ് ആവും. സംഭവം തിരിഞ്ഞിക്കുക. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിൽ വളരെ സ്വകാര്യമായിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്തത് അത് സേഫ് ആയിട്ടിരിക്കും. പിന്നെ അത് എവിടെയും സേവ് ആയിട്ടുണ്ടാകുകയില്ല, അത് എടുക്കാനും ആകുകയില്ല. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.